ഡാ ഷിൻജാനെ റെഡിയായ നമുക്ക് എന്തായാലും നമ്മളെ നാട്ടിലോട്ടേക്ക് പോകണ്ട വയനാട്ടിലേക്ക് ഗൈസ് നമ്മുടെ ഒക്കെ ഒരു ഷിൻജാനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ വണ്ടി കയറിയിട്ട് നേരെ ഷിൻജാനെ കൊണ്ടാകും ഗൈസ്. നമ്മളെ വണ്ടി ഇങ്ങനെ ഉണ്ട് ഗൈസ്, നല്ല സൈലൻസറൊക്കെ പൊട്ടിക്കുന്നുണ്ട്. എന്തായാലും ഗൈസ് നമ്മളെ സ്വന്തം നമ്മളെ ഷിൻജാനെ കയറ്റിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഷിൻജാനെ ഒരു ഹലോ കാണിച്ച്. ഗൈസ് നമ്മുടെ ഷിൻജാനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഷിൻജാൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വലിയൊരു സ്റ്റോറിയാണ് ഗൈസ്. അവൻ്റെ അച്ഛനും അമ്മയും അവനെ കാണാണ്ടായിട്ട് ഈ റോട്ടിൽ നമുക്ക് ഇവനെ കിട്ടിയാണ്. എന്തായാലും ഗൈസ് നമ്മളെ അച്ഛനും അമ്മേനും നമ്മളെന്തായാലും കണ്ടുപിടിക്കുന്നതായിരിക്കും. എന്തായാലും ഗൈസ് ഇപ്പോൾ അവൻ്റെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി ഗൈസ് എൻ്റെ ഒരു സ്വന്തം നാട്ടിലേക്ക് പോകണതാണ് ഗൈസ്. എൻ്റെ നാട് എന്ന് വെച്ചാൽ വയനാടാണ്, സ്ഥലം എന്ന് വെച്ചാൽ കോഴിക്കോട്, പിന്നെ തിരുവനന്തപുരം ആ ഭാഗത്തായിട്ടാണ്. നമ്മുടെ നിരവിൽ പുഴ എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. എന്തായാലും ഗൈസ് ഷിൻജാനെ നമുക്ക് എന്തായാലും നമ്മുടെ എയറോപ്ലെയിനിൽ കയറാം ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് എയറോപ്ലെയിനിൽ കയറാം. ഓക്കെ ഗൈസ് നമ്മളിത് എയറോപ്ലെയിനും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഷിൻജാനെ എയറോപ്ലെയിൻ എങ്ങനെ ഉണ്ട്? ഫുള്ള് സെറ്റപ്പ് അല്ലേ? ഓക്കെ സെറ്റപ്പാണ് ഗൈസ്. ഓക്കെ ആ ഷിൻജാൻ എവിടെ? അടിയിൽ ഒളിച്ചിരിക്കുന്നല്ലേടാ കച്ചിക്കള്ളൻ. എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും നേരെ പോകണം ഗൈസ്. എന്തായാലും നമ്മൾ നേരെ പോകുന്നത് നമ്മളെ വയനാട്ടിൽ നമ്മുടെ സ്വന്തം നിരപ്പിലാണ് ഗൈസ്. എൻ്റെ നാടാണ് ഗൈസ്. എൻ്റെ അച്ഛനും അമ്മയും 10ാം ക്ലാസ്സിൽ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. പിന്നെ ഫുള്ള് റിച്ചാണ് ഗൈസ്. എന്താണെന്നല്ല ഈ എയറോപ്ലെയിൻ വരെ ഞാൻ സ്വന്തമൊക്കെ മേടിച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ വയനാട്ടിലേക്കും കാര്യങ്ങളൊക്കെ പോകണം ഗൈസ്. അപ്പോൾ ഗൈസ് വയനാട് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ് എന്തായാലും വയനാട്ടിലെത്തിയിട്ട് കാണാം. A few moments later. അപ്പോൾ ഗൈസ് നമ്മളിത് വയനാട്ടിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നു ഗൈസ്. നമ്മളെ അച്ഛനൊന്നും ഇപ്പം ഇല്ല ഗൈസ്. ഇതൊക്കെ എൻ്റെ ആണ്, പക്ഷേ ഇപ്പോൾ താക്കോലൊന്നും അതിൽ കാണുന്നില്ല. എന്തായാലും ഗൈസ് നമ്മളെ പശുവൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളെ പശുവാണെ ട്രക്ക് ഉണ്ട്, പിന്നെ എന്തെല്ലോ വണ്ടികളൊക്കെ ഉണ്ട്, കോടികളൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ ഒരു നല്ലൊരു ഫാമിലി ആയിരുന്നു. ആ സമയത്താണ് 10ാം ക്ലാസ് തോറ്റെന്ന് പറഞ്ഞിട്ട് അടിയൊക്കെ ഉണ്ടായിട്ട് എന്നെ പുറത്താക്കിയാണ് ഗൈസ്. ഓക്കെ ഗൈസ് ആ പുറത്താക്കലൂടെ എൻ്റെ നേരെ ഫുള്ള് വലിയ കോടീശ്വരനാവണമെന്ന് എന്തായാലും കോടീശ്വരനായിരിക്കുന്നുണ്ട്. എന്താണ് ഷിൻജാനെ? എനിക്ക് ബൈക്ക് വേണമെന്നാ. ബൈക്ക് ആയതാ ഈ ബൈക്ക് പറയാം. ഇത് ഞാൻ പോയി എടുത്തിയാണ് പോയി. ഇവിടുത്തെ എൻ്റെ ഒരു ബൈക്കാണ്, പഴയ തുരുമ്പൊക്കെ പിടിച്ചു നോക്കി. എങ്ങനെയുണ്ടോ ബൈക്ക്? നല്ല രസം ഉണ്ടാവും. ഓക്കെ ഗൈസ് എന്തായാലും ഗൈസ് നമ്മുടെ സ്വന്തം ഷിൻജാനെയും കൂട്ടിയിട്ട് നേരെ നമുക്ക് എന്തായാലും നേരെ പോവാം ഗൈസ്. ഓക്കെ ഗൈസ് എന്തായാലും നമ്മുടെ ഷിൻജാനെയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഷിൻജാനെ കൂട്ടിയിട്ട് പറപ്പിച്ച് വിടണം. എന്തായാലും ഗൈസ് നമുക്ക് നേരെ പോവാം. എന്തായാലും ഗൈസ് നമ്മൾ വീഴാണ്ടെന്ന് നേരെ കറക്റ്റായിട്ട് ഓടിക്കുന്നുണ്ട്. നമ്മൾ ഏതാമോനെ പ്രൊഫഷണലായി പോയില്ലേ? പ്രൊഫഷണൽ ഗൈസ് നമ്മൾ ഭയങ്കര പ്രൊഫഷണലാണ് ഗൈസ്. ഓക്കെ ഗൈസ് നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ ആയതുകൊണ്ട് നമ്മൾ നേരം കാര്യങ്ങളൊക്കെ ഓടിക്കുന്നുണ്ട് ഗൈസ്. വീഡിയോ നേരം എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ പ്രൊഫഷണൽ അല്ലേ? എന്തായാലും ഗൈസ് നമുക്ക് നേരെ പറപ്പിച്ച് കത്തിച്ചു വിടാം. അയ്യോ പ്രൊഫഷണലേ പഠിച്ചോനെ എന്താ പറ്റേ? അയ്യോ നടു ഒടിഞ്ഞോന്നൊരു സംശയം. എന്തായാലും ഷിൻജാനെയും കാര്യങ്ങളൊക്കെ വിളിക്കാം. ഞാൻ ഭയങ്കര പ്രൊഫഷണലായിപ്പോയി. ഷിൻജാനെ വല്ലതും പറ്റിയോ? സോറിയടാ, ഞാൻ അത് സൈഡിൽ കമ്പി അങ്ങനെ വെക്കാൻ പാടുണ്ടോ? നമുക്ക് ചാടിപ്പിക്കണ്ടേ അല്ലേടാ? ഈ കമ്പിയൊക്കെ ആരാടേ വെച്ചേ? എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും നമ്മളെ വണ്ടി എടുത്തിട്ട് പോകാം. അയ്യോ നമ്മളെ പ്രൊഫഷണൽ ചെറുതായിട്ട് മൂഞ്ചിയോന്നൊരു സംശയം. എന്തായാലും ഗൈസ് നമ്മളെ പ്രൊഫഷണൽ എന്തായാലും പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ കത്തിച്ചു വിടാം ഗൈസ്. ഓക്കെ ഗൈസ് നമ്മുടെ ഷിൻജാന് ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടാണല്ലോ ഗൈസ്, പാവം. എന്തായാലും ഗൈസ് നമുക്ക് നേരെ പോവാം ഗൈസ്. JCB ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ JCBകളൊക്കെ ഇങ്ങനെ കുറേ ഉണ്ട് ഗൈസ്. നമ്മളെ സാധാ JCB അല്ലേ, നമ്മളെ അടുത്ത JCB എന്ന് വെച്ചാൽ നല്ല ക്ലീനിയാണ്. ഇത് ഫുള്ളും ചളി മണിയായി പോയിക്കുന്നുണ്ട്. എടാ ഷിൻജാനെ ഇതാണ് നമ്മളെ ബീച്ച്. ഇവിടെ നിന്നാണ് ഞാനെല്ലാം ഇപ്പോൾ കുളിക്കുന്ന സ്ഥലമാണ് ഗൈസ്. നമ്മളെ വീട്ടിൽ ബാത്റൂം ഒന്നും ഇല്ലേനു. അപ്പം നമ്മളെന്താക്കും ബീച്ചിൽ വന്നിട്ടാണ് കുളിക്കുക. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നിന്നായതുകൊണ്ട് നമ്മുടെ ഇതും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരും. നിനക്ക് ഈ ഓഫ് റോഡിന് പോകണമെന്നോ? എന്തായാലും ഇനി പറഞ്ഞില്ല. എന്തായാലും നമുക്ക് നേരെ ഓഫ് റോഡിനൊക്കെ പോവാം. എനിക്ക് പേടിയുണ്ടാവും. പേടിയില്ലെങ്കിൽ നമുക്ക് നേരെ പോവാം. പേടിയില്ല. എന്തായാലും നേരെ പോവാം. എനിക്ക് പേടിയില്ലാത്തതുകൊണ്ട് എന്തായാലും നേരെ പോവാം. ചേച്ചി 2 ടിക്കറ്റ്. ഇംഗ്ലീഷ് ശരിയാണല്ലോ. 2 ടിക്കറ്റ്. പിന്നെ ഒരു 15 വയസ്സുള്ള ഒരുത്തനും പിന്നെ ഒരു 25 വയസ്സുള്ള ഒരുത്തനും.
ഡോണ്ട് ഗീവ് 5 ഇയേഴ്സാ? എന്താ ചേച്ചി? പ്ലീസ് ഗീവ് മൈ 5 ഇയേഴ്സ്. ഹീ വൈസ് വെൽഡ്. ചേച്ചി അവനൊന്നും വീകൂല. നോ ഗീവ് എന്നിട്ട് ചേച്ചി. ഞാൻ വന്നാൽ ശരി, ഒന്നൊരു ടിക്കറ്റ് ഞാൻ ഷിൻജാനോട് പറയാം. ചേട്ടാ ഷിൻജാൻ എനിക്ക് വരാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. ടിക്കറ്റ് 5 വയസ്സിനില്ല എന്നാ പറഞ്ഞത്. എന്തായാലും ഞാൻ പോയിട്ട് വരാം കേട്ടോ ഷിൻജാനെ. എന്തായാലും ഇനി ഇവിടെ നിൽക്കൂലേ, ഞാൻ വേഗം വരും. എന്തായാലും ഇവിടുത്തെ നിൽക്ക്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ചേച്ചീനെ വണ്ടി കയറിയിട്ട് എന്തായാലും പോകണം. ഓക്കെ. അയ്യോ ഷിൻജാനെ അടുത്ത് നിൽക്ക്, ഞാനിപ്പം വരാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ വേഗം വരും. ഓക്കെ ഗൈസ്, ചേച്ചി ഭയങ്കര ഇംഗ്ലീഷുകാരി കേട്ടോ. ഇംഗ്ലീഷുകാരീൻ്റെ അടുത്ത് തന്നെയാണല്ലോ ഞാൻ പോയിട്ട്. ഈ ഇംഗ്ലീഷുകാരിയായി പോയല്ലോ. അല്ല എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ സ്ഥലത്തൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷുകാരി? പടച്ചോനറിയാം. പെട്രോൾ പമ്പൊക്കെ ഉണ്ടല്ലോ. എന്തായാലും നമ്മളെ ബൈക്കിന് എന്തായാലും പെട്രോൾ അടിക്കണം. കുറേ ദിവസമായി പെട്രോളൊക്കെ അടിച്ചിട്ട് കുറച്ചാളൂ. എന്തായാലും ഗൈസ് നമുക്ക് നേരെ പോവാം. നമ്മുടെ നാട്ടിലുള്ള ഇംഗ്ലീഷുകാർ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? എന്തായാലും ഗൈസ് നമുക്ക് ഇച്ചിരിയൊക്കെ ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വീകുന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് പിന്നെ ചെറിയ കുട്ടികളൊന്നും കയറ്റാത്തതെന്നാണ് പറഞ്ഞത്. ചേച്ചീൻ്റെ ബാക്കിലാട്ടോ, ചേച്ചീൻ്റെ കൺട്രോള് ബാക്കിലാണ്. ചേച്ചി പിന്നെ ഗിയറിങ് സ്റ്റിയറിങ് ഒക്കെ ചേച്ചിയാണ്. ഞാൻ അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് എന്തോ എന്തെല്ലാം ഗിയറൊക്കെ ഞാനാണ് ചെയ്യുന്നത്. ഇതെന്തോ ഒരു ടൈപ്പ് വണ്ടിയാണ് ഗൈസ്. ഓഫ് റോഡിന് കഴിഞ്ഞായിട്ട് പുത്തം പുതിയ നല്ല ഇതൊക്കെ ഉണ്ട്. നല്ലോണം ഇതാണ്. ഇടിച്ചിട്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് പ്രശ്നമായി വന്ന വണ്ടി ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നവും വരാത്ത വണ്ടിയാണ് അല്ലേ ചേച്ചി? അയ്യോ മിണ്ടണ്ടേനു, അപ്പം തന്നെ ഇംഗ്ലീഷ് തുടങ്ങി. അയ്യോ ഇംഗ്ലീഷ് പറഞ്ഞ് കേൾക്കാനൊന്നും നമുക്കാവില്ല. ഓ മോനെ സീനിട്ടാ കറങ്ങി വന്നു ഇവിടുന്ന്. ഏതാ മോനെ, ഏത് വണ്ടി? പൊളി മൂട്. ഏത് മൂട്? ഓണം മൂട്. അപ്പോൾ ഗൈസ് ഓണമല്ലേ, എന്തായാലും നമുക്ക് നാളെ എന്തായാലും ഓണത്തിന് ആഘോഷിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് ഓണത്തിന് നാളെ എന്തായാലും എല്ലാവരും വരണം. നമുക്ക് എന്തായാലും ഓണം ആഘോഷിക്കാൻ വേണ്ടി നാളെയാണ് ഗൈസ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ഇന്നലെ ആയിരുന്നു ഓണം, പക്ഷേ ഞാൻ നാളെയാണ് ആഘോഷിക്കാൻ പോകുന്നത്. ചിലപ്പോൾ നാളെ ആയിരിക്കും, ചിലപ്പോൾ ഇന്നെന്ന് ആഘോഷിക്കും. അപ്പോൾ എല്ലാവരും നേരെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് നേരെ നമുക്ക് എന്തായാലും നേരെ കത്തിച്ച് വിടാം ഗൈസ്. അയ്യോ ഏത് മൂട്, പൊളി മൂട്. ഓ മോനെ ഗൈസ് നമ്മളെ വണ്ടി പൊളിയെന്ന് ഒരു രക്ഷയില്ല കേട്ടാ. എന്തായാലും നമുക്ക് നേരെ പറപ്പിച്ചിടാം. ഓ സീൻ കേട്ടാ. ഇത് എത്ര താഴ്ത്തു വീണാലും ഒന്നും പറ്റില്ല. ചേച്ചിന് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഗൈസ്. ചേച്ചി ഏതാ മോള്? ചേച്ചിയൊക്കെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടാവും, അതുകൊണ്ടേക്കും ചേച്ചി ഇങ്ങനെ വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ ചീത്ത പറഞ്ഞ് കൊന്നേനെ. അല്ലെങ്കിൽ ഗൈസ് നമ്മളെ നാട് സ്വന്തം നാട്. പഠിച്ചോനെ ഉമ്മച്ചി ഉമ്മ ഉമ്മ ഉപ്പ ഉപ്പ ആറാമത്തെ ഉമ്മ ഏഴാമത്തെ ഉമ്മ എട്ടാമത്തെ ഉമ്മ. അയ്യോ പഠിച്ചോനെ ജസ്റ്റ് മിസ് ഇട്ടാ. ഇപ്പം ഞാൻ ചത്തേനെ. ഏത് മൂഡ്? അടുക്കുന്ന മൂഡ്. എന്തായാലും ചാവുന്ന മൂടായതുകൊണ്ട് നേരെ നമുക്ക് എന്തായാലും ഷിൻജാൻ്റെ അടുത്തേക്ക് ഇനി കത്തിച്ചൂടെ. ഇനി ഞങ്ങൾക്ക് ഇതിലിരിക്കാൻ പറ്റൂല. അയ്യോ പേടിച്ചു. ഷിൻജാനാണെങ്കിൽ ഇപ്പം ഇങ്ങനെ നിൽക്കുവേനു. ഷിൻജാനെ കൂട്ടാത്ത ഭാഗ്യണ്ടാ. ചേച്ചി ഇങ്ങനെയൊക്കെയാ വണ്ടി ഓടിക്കുന്നതെന്ന് പഠിച്ചോന്നെ അറിയാം. എന്തായാലും ഗൈസ് എന്തായാലും നേരെ കത്തിച്ചൂടെ. അയ്യോ അമ്മച്ചി ഞാൻ തലയും കുത്തി വീണേ. അയ്യോ ചേച്ചി ഒന്ന് മര്യാദയ്ക്ക് ഓടിക്കും ചേച്ചി. അയ്യോ അമ്മച്ചി ഇവിടെയാണ്. ഇതാലേ ഈ 1000 റുപ്യൊക്കെ 1000 റുപ്യ ഒരാൾക്ക്, 2 ആൾക്ക്. എന്തായാലും ഗൈസ് നമ്മൾ ഷിൻജാൻ്റെ അടം വരെ എത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നേരെ നമുക്ക് ഓക്കെ ഷിൻജാനെ എന്തൊക്കെയുണ്ട് വിശേഷം മോനെ? ഓക്കെ ഗൈസ് നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി ചേച്ചി ഇതാ നിർത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നേരെ അപ്പോൾ ഗൈസ് എന്തായാലും നേരെ നമ്മളെ വണ്ടി എടുത്ത് പോവാടാ. ഷിൻജാനെ എങ്ങനെയുണ്ട് ഈ വണ്ടിയൊക്കെ കാണാൻ? പൊളിയെന്ന്. എനിക്ക് സങ്കടമുണ്ട്. ഞാനൊരു കാര്യം ചെയ്ത് തരാം. ഇനിയൊരു കാര്യം നമുക്ക് എന്തായാലും നമുക്ക് ഈ വണ്ടി ഇതൊന്ന് ഓഫ് റോഡിന് പോവാം ഗൈസ്. ഈ ഷിൻജാന് ഭയങ്കര സങ്കടമായിട്ട് കരഞ്ഞു പോവാണ്. ഓക്കെ ഗൈസ് എന്തായാലും ഇവൻ്റെ ആഗ്രഹത്തിൽ നമ്മൾ ഓഫ് റോഡിന് പോയതായിരുന്നു. പക്ഷെ 5 വയസ്സിന് കയറ്റില്ല എന്ന് പറഞ്ഞേ. പക്ഷെ നമ്മളൊന്ന് ഓഫ് റോഡ് ചെയ്യും ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും ഗൈസ് നമ്മളിതാ പറപ്പിച്ചിട്ട് വിടുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ് ഓക്കെ ജസ്റ്റ് നമ്മൾ സീനായിട്ട് പിന്നെ ഓഫ് റോഡിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മളെ ഷിൻജാനെ കൂട്ടിയിട്ട് നേരെ ഓഫ് റോഡിലേക്ക് പോകാൻ കത്തി വിടാം. എന്തായാലും ഗൈസ് നമുക്ക് നേരെ കത്തിച്ച് വിടാം ഗൈസ്. ഷിൻജാനെ ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട്?
അയ്യോ ഗൈസ് നമ്മൾ തോക്കൊന്നും അവന് കണ്ട ചെറുതല്ലേ അവന് ഇപ്പം തന്ന ശീലമായാൽ പിന്നെ വലുതാകുമ്പോൾ എന്തല്ലോ ആവോ. ഗൈസ് നമ്മൾ പെട്രോൾ തീരാനായി ഒരു മെസ്സേജ് വന്നിക്ക് റേമിയും ബാറ്ററി ഇതാ 10% ഉള്ളൂ. എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും നേരെ കത്തിച്ചു വിടാം. അയ്യോ അമ്മച്ചി അയ്യോ അയ്യോ ഗൈസ് അയ്യോ തിന്നടിച്ചു വീണ് അയ്യോ മുഖടിച്ചു അയ്യോ കയ്യും കാലും പോയേ ഗൈസ് എന്തായാലും നമുക്ക് ഇനിക്കാം. ഓക്കെ ഗൈസ് നമ്മളിതാ വീഡിയോ ഇതാ ഇവിടെ വെച്ച് അവസാനിക്കാൻ പോവാണ്. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ ബൈ, സീ യു.